என்ன மினிஸ்டர் வீட்டுக்கு பர்னிச்சர் உள்ள இருந்து போடு. ஆமா, இந்த மூஞ்சியை நான் எங்கேயோ பார்த்திருக்கேன். இல்ல சார், நாங்க பிறந்ததுக்கு அப்புறம் இப்பதான் முதல்ல வெளியே வர்றேன். எங்கேயோ கேட்ட குரல். அது ரஜினிகாந்த் படம் சார். சார் பர்னிச்சர் உள்ள போறோம். சரி சரி, பர்னிச்சர் எல்லாம் உள்ள போட்டு சீக்கிரமா திருப்பி வெளியே போ. போ போ. பாத்து பாத்து என்ன பொம்மை இதெல்லாம்? மாப்பிள்ள, என் பொண்ணை கல்யாணம் பண்ண அப்புறம் நீங்க தனி கொடுத்தன போக வேண்டாமா? அதுக்கு தான் இந்த ஏற்பாடெல்லாம். നീ എവിടെ പോണു? ഒരു ടീ പോയി എടുത്തിട്ട് അതിന്റെ മുകളിൽ ഫ്ലവർ വേണ്ട വേണ്ട. കാര്യങ്ങളെല്ലാം വളരെ കാര്യങ്ങളൊക്കെ രഹസ്യമായിട്ടിരിക്കണം. നമ്മളെ ആർക്ക് സംശയമൊന്നുമില്ല. അല്ല അണ്ണാ, ഞങ്ങളെ കണ്ട സംശയം തോന്നുന്നില്ലല്ലോ. കൊളമാക്കരുത്. ഞാൻ ഇന്ന് വരെ സംഭവം കൊളാക്കിയിട്ടില്ല. ഞാൻ പറയുന്നൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഗായത്രി റൂമാണ്. ചവിട്ടി ഞാൻ. നിങ്ങൾ ഓരോരുത്തരും ഓരോ വഴിക്ക് പോകണം. ഞങ്ങളൊക്കെ ഓരോ വഴിക്കാക്കിയിട്ട് അവസാനം മുതലാളി പെരുവഴിയിലാവരുത്. ആ പേടി എനിക്കുണ്ട്. ഇനി നമുക്ക് ഒരു ചായ കുടിച്ചിട്ട് സംസാരിക്കാം. ചായ വേണ്ട, പിരിയും. എന്ന് നമുക്ക് പിരിയാം. തലയില്ലാത്ത മനുഷ്യനാവും. പാണ്ടി, ഇത് പോണ്ടിച്ചേരിയാ. സെന്റ് ആയിരിക്കണം, മനസ്സിലായ? ഗായത്രി யோ, என்ன அது? யார் அவன்? அழுதம். പൊറോട്ട അടിക്കുന്നു. ഒന്ന് സാധകം ചെയ്തിട്ട് എത്ര നാളെ? ഇങ്ങനെയാണ് പൊറോട്ട അടിക്കണം. മാറിക്കടാ മാറിക്കട. என்னங்குது? സാൾട്ട് സാൾട്ട്. இப்படியா பரோட்டா அடிக்கிறது? ഇതാണ് പൊറോട്ട അടി. ഇനി മുമ്പോട്ടടി കാണണോ? അത് ഞാൻ കാണിച്ചതാടാ. ഫിംഗർ ചിപ്സ് റെഡിയാ? ഫിംഗർ ചിപ്സാ ഇപ്പൊ തരാം. എന്താ ഫിംഗർ ചിപ്സ്? ഈശ്വര, കള്ളു കുടിച്ച് നടക്കാം. മനുഷ്യന് പണി ഉണ്ടാക്കാൻ ഈ റൂമിൽ ഞാൻ വന്ന് വിളിച്ചോളാം. കൂട്ടാൻ പറ്റിയത് നന്നായി. ഇനി ഇവൻ പുറത്തിറങ്ങണമെങ്കിൽ ഞാൻ വിചാരിക്കും. ഗായത്രി, നീ ഇവിടെ വന്നോ? ഒന്ന് മാറിയ ഒരു വഴിയാണ്. அறிவு கட்ட முண்டம், பாத்து பண்ணு. என்ன சம்பந்தம்? டேய், அறிவு கட்ட முண்டம், எங்கடா பாத்து போற? கண்டு தெரியாதா ராஸ்கல்? ഇതിനിടയിൽ പെണ്ണുങ്ങളെ കയറി പിടിക്കണോ? തെണ്ടി പോരാ അവിടെ. ഊട്ടിക്ക് അതിന്റെ അപ്പനുണ്ട് അവിടെ. ഞാൻ വന്ന് വിളിച്ചോളാം. இந்த பர்னிச்சர் பார்ட்டி உள்ள போனதாக்கும். இதுவரை காணலையே. இவன்மாരെ എവിടെ പോയി കിടക്ക്? ஏய், இங்க என்ன பண்ணிட்டு இருக்க? ഒന്നുമില്ല സാർ, ഞാൻ அப்படியே വണ്ടി നിന്ന്. செக்யூரிட்டி எல்லாம் கீழ இருக்கணும். ശരി സാർ. ஓ, സെക്യൂരിറ്റി പിന്നെ കീഴെ രണ്ട് മന്ത്രിയുടെ മേലെ ഇരിക്കും.
എന്തായി കാണിക്കണേ? എടാ എന്റെ ശത്രു എലി. ആ എലി അല്ലേ ഇത്? പോണ്ടിച്ചേരി എലിയാ. ആര് പറഞ്ഞു? ഇത് അവൻ തന്നെയാ. എന്നെ ഫോളോ ചെയ്ത് നടക്കുക. ഞാൻ പുതിയ പാസ്പോർട്ട് അപ്ലൈ ചെയ്ത വിവരം അവൻ അറിഞ്ഞു കാണും. ഇനിയും കള്ളു കുടിച്ചിട്ടുണ്ടല്ലേ? അല്ല, ബ്രാൻഡി ഇല്ല, ഇത് അവൻ തന്നെയാണ്. മിണ്ടാതിരുന്നോ? ഇനി ഞാൻ വന്ന് വിളിക്കുമ്പോ വന്നാ മതി. വിളിക്കണേ. ഇതെങ്ങനെ? അല്ല, അപ്പൊ ഈ വാതിൽ അടക്കണല്ലേ? ആരുമില്ല ഇവിടെ. അപ്പൊ ഇതിന് വേറെ വാതിലുണ്ടായിരുന്ന? അല്ലാണ്ട് പിന്നെ ഞാനെങ്ങനെ ഇവിടെ വരും? അപ്പൊ അവന്മാരും അങ്ങനെ തന്നെയാ. ഇതൊരു ഹോം മിനിസ്റ്ററുടെ ഹോമാണ്. ഈ ഹോം ഒരു ഫാം ആക്കരുത്. ഞാൻ ആ കുട്ടി ഒന്ന് കണ്ടുപിടിച്ചോട്ടെ. എന്നാ ഫർണിച്ചർ പോട്ട് കുടിക്കില്ല? ശരി സാർ. വാടാ. എന്റെ കടവുളെ, ഇവന്മാര് തീവ്രവാദികളാണ് ഞാൻ തോന്നുന്നത്. ഇവന്മാർക്ക് അകത്ത് പോകാൻ പെർമിഷൻ കൊടുത്ത ഞാനാ. ഏതാവത് നടന്ന എന്റെ ജോലി പിന്നെയും പോകും. ഞാൻ തനിയെ ഇവന്മാരെ പിടിച്ചാൽ എനിക്ക് പ്രൊമോഷൻ ഉറപ്പ്. என்ன ഗ്യാസാ? கேஸ் எல்லாம் கீழே மேல வரக்கூடாது. ഇല്ല സാർ. என்னது? ப்ளஸ் பண்ணுங்க சார். உன்னை படிக்கிட்ட நிக்க சொன்னா காலுக்கு என்ன பண்ற? போட வெளி. சரி சார். കിടച്ചാച്ചി എനക്ക് പ്രൊമോഷൻ ഉറപ്പ്. ആ കിട്ടിപ്പോയി. നീങ്ക എനിക്ക് കടവുൾ മാതിരി. ഇനിയും ബ്ലസ് பண்ணுங்க സാർ. போடா. என்னங்க இது? മകനെ, 3 തിരുട്ട് മൂഞ്ചിയുള്ളവന്മാര് ഇന്ത പക്കം പോണത് പാത്തിയാ. എന്ത പക്കം പോനാൻ? ഓഹോ, இந்த போலீஸ் தொப்பி நீ தலைய வச்சுக்கோன்னா. ஹலோ. ஓகே. ப்ளஸ் பண்ணுங்க சார். போடா. டிஸ்மிஸ் him. ഡിസ്മിസിലായോ? അപ്പൊ മാനവും പോച്ച്, ജോലിയും പോച്ച്, എല്ലാം പോച്ച്. അയ്യോ, ഇതെന്താ ഭൂമി കുലുക്കോ? വസന്തി ഇവിടെ ഇറങ്ങിയേ. വസന്തി, എടാ ഉണ്ണി കോള മാറിപ്പോയടാ. നിർത്ത്. വസന്തി. ഓട്ടോ ഓട്ടോ. നേരെ ആ വണ്ടിയുടെ പുറകു വിട്ടോ. വേഗം പോ. കോച്ചി, കറണ്ട് കമ്പി നോക്കണേ. വേഗം വിടറോ. അടുപ്പിക്ക്. കുറച്ചുകൂടി. പിടിപോട്ടെ. കോച്ചി, പിടിച്ചിരുന്നോ? എന്റെ കിടപ്പാറം പോയേ. വേഗം വിട്. ഞാൻ ഈ വണ്ടിയിലേക്ക് ട്രാൻസ്ഫർ. അയ്യോ, കോശിയല്ലേ ഇത്? ഈശ്വര, കോയമ്പത്തൂർ നോൺ സ്റ്റോപ്പ് ഫാസ്റ്റ് പാസഞ്ചർ. അയ്യോ, ഇത് ഇനി കോയമ്പത്തൂരിൽ നിർത്തൂ. പോയത് പോട്ടെ, നമുക്ക് നമ്മളെ വണ്ടി പിടിക്കാം. ഒന്ന് വേഗം വിടറോ. ഹലോ, ബൈക്കേട്ടാ. ഒരു മിനിറ്റ്. സുന്ദര, നീ പോട്ടെ. സുന്ദര. ഹലോ, അങ്ങോട്ട് പോണം. ഞാൻ ഇങ്ങോട്ടാ. നിർത്ത്. ഞാനാ ഉണ്ണി. അപ്പൊ പിന്നെ ഞാനാരാ? ഇത് ഞാനാ സുന്ദരൻ. ഇതെന്തേത്? ഞാനൊരു ബൈക്കിന്റെ പുറകെ കയറി ടാങ്ക് ചെയ്ത് പോയില്ലേ, അതൊരു ചാണാക്കുഴിയിലേക്കായിരുന്നു. ഇതെന്താ മൂക്കിൽ പഞ്ഞി? ഇത് സ്മെല്ലടിക്കാതിരിക്കാനാ. നമ്മുടെ ബസ് അവിടെ. അയ്യോ, ചേട്ടാ നിന്നാ ചായ കുടിച്ചിട്ട് പന്നി. എനിക്ക് ഡ്രൈവിംഗ് നല്ലോണം അറിയാൻ ഇപ്പൊ മനസ്സിലായില്ലേ? എന്റെ ജീവിതം എടുത്താ നീ ഇപ്പൊ കളിച്ചത്. ഒരു നിമിഷം തെറ്റിയിരുന്നെങ്കിൽ എന്താ സംഭവിക്കാന്നറിയോ?
ആരുടെങ്കിലും കൈയും കാലും പിടിച്ചൊന്ന് ജീവിക്കാന്ന് വെച്ചാ അവിടെ പോയിക്കോ എന്റെ മുമ്പിന്ന്. പോവാനല്ലേ പറഞ്ഞേ? നീ എന്താ ഈ കാണിച്ചേ? എന്തിനാ അതിനോട് പോവാൻ പറഞ്ഞേ? പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? ശവം പോലും കിട്ടില്ലായിരുന്നു. അവൾ എന്താ ചെയ്തെന്ന് നീ കണ്ടല്ലേ? അതിനാണല്ലോ തല്ലിയത്. പിന്നെ പറഞ്ഞു വിടേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഞാൻ തിരിച്ചു വിളിക്കാൻ പോവാ. ബസന്തി അവിടെ നിക്ക്. ഞാനാ വിളിക്കണത്. ഇല്ല, ഞാൻ ഇനി അങ്ങോട്ട് വരില്ല. അവനൊരു തമാശ പറഞ്ഞല്ലേ ഇങ്ങോട്ട് വരാൻ. വരില്ല, ഞാൻ ഇനി ഒരിക്കലും നിങ്ങളുടെ അടുത്തേക്ക് വരില്ല. അവളെവിടെ പോവാനാ? അടി കൊണ്ട് ദേഷ്യം തീരുന്നവരെ എവിടെയെങ്കിലും ചുറ്റി തിരിഞ്ഞിട്ട് എത്തിക്കോളും. നീ വണ്ടി കയറ്, കുളിച്ചിട്ട്. ആ കോശിയോ എവിടെയായിരുന്നു? കോയമ്പത്തൂര്. എന്ത് ചെയ്യായിരുന്നു അവിടെ? എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. ആ പണ്ടാറക്കാലത്ത് പെണ്ണുകാരൻ. ഓഹോ, അങ്ങനെയൊക്കെ. ആ മാലാഹക്കുട്ടിയുടെ പിശാചി സ്വഭാവം കാരണം ഞാൻ കോയമ്പത്തൂരെത്തി. റിസ്ക്കുള്ള യാത്രയായിരുന്നല്ല. റിസ്ക്? അങ്ങനത്തെ ഒരു യാത്രയായിരുന്നല്ല. ഏതായാലും കോയമ്പത്തൂർ എത്തിയ സ്ഥിതിക്ക് 2 ദിവസം റെസ്റ്റ് എടുത്തിട്ട് പോരാന്ന് വെച്ച് ഹോട്ടലിലെ ഫുഡ് ആൻഡ് അക്കോമഡേഷന്റെ ബില്ല് പൊറോട്ട അടിച്ച് തീർക്കാന്ന് പറഞ്ഞപ്പോ ആ മുതലാളിക്കത് വേണ്ടാന്ന്, കാശ് മതിയെന്ന്. എന്നിട്ട് കാശ് കൊടുത്ത എന്റെ കയ്യിൽ ഇല്ലല്ല. നിങ്ങളുടെ ഇന്ന് വാങ്ങിച്ചു തരാന്ന് പറഞ്ഞു ഞാനയാളെ കോയമ്പത്തൂരിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഹോട്ടൽ മുതലാളി വിട്ടതാണ്. മൂസിയാണ് ഭയങ്കര സ്മാർട്ടാ. நான் கோயம்புத்தூர்ல இருந்து கோஷி கிட்ட காசு வாங்குறதுக்கு வந்த மூசி. മൂസി ഇത് മുതലാളി, അത് തൊഴിലാളി. முதலாளியாவது கீழாளியாவது இங்க பாரு, என்ன ஏமாத்த வேண்டாம். என் முதலாளி வந்து பெரிய அண்டர்வேர்ட் பிரின்ஸ். ഇയാൾ എത്ര രൂപ പറ്റിയിട്ടുണ്ട്? திரும்பி வரும்போது பார்சல் வாங்கினெல்லாம் சேர்த்து வந்து 351 ரூபாய் 75 காசு. 75 പൈസ லட்டு சாப்பிட்டு இருக்க. ലഡു എന്റെ ഒരു വീക്ക്നെസ് ആയിപ്പോയി. കുറച്ച് വൈകിയിരുന്നെങ്കിൽ ഞങ്ങളെ കാണൂലായിരുന്നു. അയ്യോ, നിങ്ങൾ ഈ കാര്യം ചാടി ചാവാൻ പോയിരുന്നല്ലേ? അല്ല, ഞങ്ങള് പോണ്ടിച്ചേരിക്ക് പോവാ. പോയിട്ട് വന്നിട്ട് ക്യാഷ് തരാം. അയ്യോ, കാശ് കിട്ടിയില്ലെങ്കിൽ ഇയാള് വണ്ടിന്ന് പോവൂല. என்ன என்ன കണ്ട പോവൂലെന്ന്. പോകണ്ട, ആ വണ്ടിക്കകത്ത് കയറി കിടന്ന് ഉറങ്ങിക്കോളാൻ പറ. எனக்கு காசு வேலையா? இல்ல முதலாளி. വായിട്ടലക്കലടോ. പോണ്ടിച്ചേരി പോയിട്ട് വന്നിട്ട് ക്യാഷ് തരാം. പോണ്ടിച്ചേരി நான் எங்க வேணாலும் வர்றேன். எனக்கு காசு தான் தேவை. നിർത്തണോ? എന്റെ അമ്മോ, എവിടെ നിന്ന് കിട്ടിയോടോ ചൊണ്ടീന? என்னடா சொன்ன? അല്ല, ഈ വണ്ടി വിറ്റിട്ടായാലും നിനക്ക് കാശ് തരുമെന്ന്. വെറുതെ അല്ല, നമ്മൾ എപ്പോഴാണ് നാളെ പോണ്ടിച്ചേരിക്ക് പുറപ്പെടുന്നത്? നാളെ സുപ്രഭാതത്തിൽ. பிள்ளையாரப்பா, நான் 6 மாசமா சஸ்பென்ஷன்ல இருந்தேன், டிமோஷன்ல இருந்தேன். அதுக்கப்புறம் இன்னைக்கு தான் நான் ஜோலிக்கு ஜாயின் பண்ண போறேன். வேலை போயா இந்த போண்டிச்சேரி இருந்து திருப்பி பாலக்காட்டுக்கு வர வேண்டாம்னு என் பொண்டாட்டி சொல்லியிருக்கு. எனக்கு என்னோட பழைய போஸ்ட் அதே போல் திருப்பி கிடைச்சிடணும். வித் ப்ரமோஷன். அதுக்காக நீங்க எனக்கு ஒரு வழிகாட்டி கொடுக்கணும். எல்லாம் நல்லபடியா நடக்கணும். ஆண்டவா, നിർത്തി, ഇവിടെ നിർത്തി. ഈശ്വര, അവളുടെ വീട്. യോ പോയാ? நான் கோயம்புத்தூர்காரங்க கொல்லூர்ல விடுவீங்களா? ഞാനൊന്ന് പറയട്ടെ. என்னங்க കേരള വന്നിருக்காங்களா? என்ன வேணும்? തമിഴില് കാര്യങ്ങളൊന്നും പറ. அம்மாவே பார்க்கணும் ஐயா. என்ன? அம்மா, ஓ, பிச்சைக்கார பசங்க வெளியே போ சொல்லியா? ഞാൻ അപ്പോഴേ പറഞ്ഞാണ് ഈ വൃത്തിയായിട്ട അണ്ണാച്ചിനെ കൊണ്ടുവരണ്ടാന്ന്. நீ எனக்கு பணம் தர வேண்டுமா? நீங்க வாய்ஸ்காரையா? നിർത്ത്, കൊണ്ടാരടങ്ങാൻ. അമ്മയല്ല, കുട്ടി, ഗായത്രി കുട്ടിയെ കാണണം. அப்பாயின்மெண்ட் இருக்கா? ഓയിന്റ്മെന്റ് ഇല്ല, വേണേ അമൃതാക്ഷൻ തരാം. ഓ, കൈക്കൂലി കൊടുക്കണായിരിക്കും. ആ കൈക്കൂലിയാ, അത് അകത്ത് പോയി ഗായത്രി കുട്ടിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു തരാം. என்னடா சொன்னேன்? கைக்கூலியா? இந்த பாலக்காடு சந்திரசூடன் கைக்கூலி வாங்கிய ഹിസ്റ്ററി ചരിത്രത്തിൽ ഇല്ല. മലയാളി ഗായത്രി മേനെ കാണണമെങ്കിലേ നേരത്തെ സമയവും തീയതിയും നിശ്ചയിക്കണം. കൊച്ചിന്ന് ഉണ്ണി വന്നിരിക്കുന്നു പറഞ്ഞാ മതി. കൂടെ സുന്ദരനും കോശിയും കോസ്കിട്ടിന്ന് കാശ്മീർക്ക് മൂണ്ടാണ്ടിരി പാണ്ടി ഉണ്ണിയും സുന്ദരനും വന്നു എന്ന് പറഞ്ഞാ മതി. അല്ലെങ്കിൽ വേണ്ട, ഇത് ഗായത്രി കുട്ടി കാണിച്ചാ മതി. എന്താടാ സലാം വെക്കടാ? പഴയ ഗംഗാധരനല്ല, ബന്ധുക്കാരനാ. സലാം സാബ്. ആ മുതലാളി. മുതലാളി, മുതലാളി, നിക്ക് നിക്ക് നിക്ക്. ഛീ, മാറി നിക്കടാ, പൊതി തുടരുത്. മുതലാളി, അകത്തേക്ക് കയറല്ലേ, പുറത്തേക്ക് വെക്കൂ. എടാ, അകത്തേക്ക് വെച്ച കാല് ഗംഗാധരൻ പുറത്തേക്ക് എടുക്കൂല. പിന്നെ പുറത്തേക്ക് വെക്കാൻ കാലുണ്ടാവില്ല. ഛീ, മാറി നിക്കടാ. ഞാൻ എന്റെ ബന്ധുക്കാരെയും മോനെയും കാണാൻ പോയി. മോനാ, തെറ്റിപ്പോയി. അനന്തരവൻ. അത് ഇന്നലെ വരെ. ഇന്ന് ഞാൻ അവനെ ദത്തെടുത്ത് സ്വന്തം മോനാക്കും. ആരും ഇന്ന് ദത്തെടുക്കും? അവന്റെ അമ്മാവനായ എന്റെ കയ്യിൽ നിന്ന് ഞാൻ തന്നെ ദത്തെടുത്ത് അവന്റെ അച്ഛനാവും. എന്റെ ഈശ്വര, മുതലാളി ഞാൻ പറയണമെന്ന് കേൾക്ക്. ഇപ്പൊ അകത്തേക്ക് പോകും. പറയാൻ നീ ആരടാ? അവൻ മിണ്ടി. ആര് മിണ്ടി? കൂർക്കേ? അച്ഛനാ? ഇവിടെ ഒരു ഗൂർക്കയെ കയറി അച്ഛാന്ന് വിളിക്കാൻ നാണമുണ്ടോ തെണ്ടി? മുമ്പിന്ന് എന്തൊക്കെയാണ് ഈ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് അറിയാമോ? അച്ചപ്പം, കുഴലപ്പം,
ഇടിയപ്പം ഇല്ലേ? കൊണ്ടുവരാം. വേണ്ട, തന്നു വിടാം. താങ്ക്സ്. അതിനു മുമ്പ് അവനെ കാണണ്ടേ? ആര്? അനന്തരവനെ. മോനെ. എന്താടാ, സുഖം തന്നെയല്ലേ? ഇവൻ നിന്റെ ആരാന്നാ പറഞ്ഞേ? അവൻ അങ്ങനെ പറഞ്ഞ മനസ്സിലാവില്ല. ആംഗ്യ ഭാഷ കാണിക്കണം. ഞാൻ കാണിച്ച മോനെ. അമ്മാവൻ. മാവു മാവു മാവു. വൻ വൻ അമ്മാവൻ. മനസ്സിലായില്ലേ? മനസ്സിലായി. അമ്മാവനല്ലേ? അമ്മാവന് സുഖമാണോ? അവൻ സംസാരിച്ചു സാബ്. അവൻ ആദ്യമായിട്ട് സംസാരിച്ചു സാബ്. എന്റെ അനന്തരം സംസാരിച്ചു. ഞാൻ ആദ്യമായിട്ട് ഒന്നുകൂടി സംസാരിച്ചേ. ആദ്യമായിട്ടല്ല, ഞാൻ പണ്ട് മുതലേ സംസാരിക്കും. എനിക്ക് ചെവിയും കേൾക്കാം. ഇല്ല, ഞാൻ വിശ്വസിക്കില്ല. നീ ഊമയാണ് സാബ്. അമ്മച്ചിയാണ് ഇവന് ഊമയാണ്. ഇവൻ ബദറിനാണ്, മൂങ്ങനാണ്. നമ്മളെ പറ്റിക്കാൻ വേണ്ടി ഇവൻ സംസാരിക്കുന്ന പോലെ ആക്ട് ചെയ്യുന്നു സാബ്. എടാ, ആക്ട് ചെയ്യണം. സത്യം പറയണോ, നീ ഊമയല്ലേ? അല്ല, സത്യമല്ലേ ഇവർക്കറിയാം. മുതലാളിക്ക് എന്നെ കടലിൽ നിന്ന് കിട്ടിയതെന്ന് ഞാൻ ഇവരോട് പറഞ്ഞു. എന്താ ഒരു എല്ലൊടിയാണ് ഒച്ച കേട്ടത്? എല്ലാം ഒടിഞ്ഞിട്ടില്ലടാ, ഒടിയാൻ പോണേ ഉള്ളൂ. ഇനി സിക്കന്ദർ തീരുമാനിക്കട്ടെ ഇവൻ എന്താ ചെയ്യേണ്ടത്. ദേവൻ, എന്നെ ഒന്നും ചെയ്യരുത്. ഇവൻ സംസാരിക്കാൻ കഴിയുന്ന ഊമയാണെന്ന് എനിക്ക് സത്യമായിട്ടും അറിയില്ലായിരുന്നു. ഇവൻ എങ്ങനാ തന്റെ അനന്തരവനായത്? അതിപ്പോ എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണല്ലോ. അതിലേതെങ്കിലും ഒരു സഹോദരിയുടെ മകനായിരിക്കുമല്ലോ ഇവൻ. ആ വകയില് ഇവൻ എന്റെ അനന്തരവനാകൂലേ? ഇന്ത്യയിൽ എങ്ങനെയാണ്, പഞ്ചാബിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. കൊള്ളാം. എനിക്ക് ഇത്രയും ഭംഗിയുണ്ടെന്ന് ഇന്നാണ് മനസ്സിലായത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അയ്യടാ, നിന്റെ ഭംഗി ആസ്വദിക്കാനല്ല വിളിച്ചത്. നീ ആ കണ്ണാടിന്റെ മുന്നിൽ നിന്ന് മാറി നിന്നേ. പെട്ടി താഴെ വെക്കടാ. വെച്ചു. പറഞ്ഞത് വല്ലതും മനസ്സിലായോ? മനസ്സിലായി. എന്ത്? പെട്ടി താഴെ വെക്കാനല്ലേ? ഒരു ഇടി വെച്ചിരും ഞാൻ. എടാ, ഇത് നിസ്സാര കാര്യമല്ല, വളരെ ഉത്തരവാദിത്തത്തോടും ബുദ്ധിയോടും ചെയ്യേണ്ട കാര്യാ. എന്ത്? ഈ പെട്ടി താഴെ വെക്കണതാ? നീ എന്തൊക്കെയാ ചെയ്യാൻ പോണതെന്ന് ഒന്ന് പറഞ്ഞേ. ആദ്യം ഞാൻ കൈപ്പാങ്കുറ്റി ബസ്സിൽ കയറി 7 രൂപ 50 പൈസ ടിക്കറ്റ് എടുക്കും. എന്നിട്ട് ബാക്കി വാങ്ങും. എന്നിട്ട് ഞാൻ കൈപ്പാങ്കുറ്റി സ്റ്റോപ്പിൽ ഇറങ്ങി മൈക്കിൾ മാഷിന്റെ വീട് ഏതാന്ന് ചോദിക്കും. മൈക്കിളല്ല, കൈമൾ മാഷ്. ആ, കൈമൾ മാഷ്. ബാക്കി ഞാൻ അതെന്താ? അതൊക്കെ ഞാൻ കള്ളാസിൽ എഴുതി പോക്കറ്റിൽ വെച്ചിട്ടുണ്ട്. കൈമൾ മാഷിന്റെ മകന്റെ പേരെന്താ? കൈമൾ മാഷ മകന്റെ പേര്? ആ, മരിച്ചുപോയ ഉണ്ണി. മരിച്ചു പോയിന്ന് എടുത്തു പറയണ്ട, ഉണ്ണീന്ന് പറഞ്ഞാ മതി. മതി. അപ്പൊ നീ ആരാ? രമണൻ. സോറി, മരിച്ചുപോയ ഉണ്ണിയുടെ ക്ലോസ് ആയ ഫ്രണ്ട്. ക്ലോസ് ഫ്രണ്ട്? ആ, അത് തന്നെ. അല്ല, ഒരു സംശയം ചോദിച്ചോട്ടെ, ആരായി ഉണ്ണി? ഈ ഉണ്ണിയെ കണ്ട എങ്ങനെ ഇരിക്കും? അല്ല, പോണ വഴിക്ക് എങ്ങാനും കണ്ടുകഴിഞ്ഞാ പിന്നെ അവിടം വരെ പോവാതെ അഡ്ജസ്റ്റ് ചെയ്തിട്ട്. ഓ, നിനക്കൊന്ന് പോവാൻ പറ്റുമോ? അല്ല, വേറൊരു സംശയം. ഞാൻ തന്നെ പോണോ? ഞാൻ തന്നെ പോവല്ലേ? ഞാൻ തന്നെ പോവാം. എടാ പെട്ടി. ഓ, ഈ പെട്ടിക്ക് ഭയങ്കര മറവിയാ. എവിടെയെങ്കിലും വെച്ച് അവിടെ ഇരിക്കും. ഞാൻ തന്നെ പോകാം. നിർത്ത് നിർത്ത് നിർത്ത്. ഇത് കൈമൾ മാഷിന്റെ വീടല്ലേ? ആ, എനിക്കെങ്ങനെ അറിയാം? എങ്കിൽ എനിക്കറിയാം. ഇത് തന്നെയായിരിക്കും കൈമൾ മാഷിന്റെ വീട്. വെറുതെ തെറ്റിക്കല്ലേ? മാറേ, സൈഡ് തന്നെ ഒരാൾക്കുള്ളൊരു വഴി തന്നെ, പ്ലീസ്. ഹലോ, ഒന്ന് നീങ്ങിയേ. ഇത് മരിച്ചുപോയ ഉണ്ണിയുടെ വീടല്ലേ? അതെ. ബൈ ദ ബൈ, നിങ്ങൾ ആരായിട്ട് വരും ഉണ്ണിയുടെ അച്ഛൻ? മിസ്റ്റർ കൈമൾ മാഷ്. എന്താ എന്താ കാര്യം? ഈ വീടെന്താ ഡോൾബി സിസ്റ്റമാണോ? എന്താ? ഇതാണ് കൈമൾ മാഷ് അല്ലേ? എന്താ തന്റെ ആവശ്യം? ഞാൻ യൂണിവേഴ്സൽ ആൻഡ് യൂണിവേഴ്സൽ കമ്പനിയുടെ മുതലാളി പറഞ്ഞിട്ട് വന്നാണ്. അതായത് മരിച്ചുപോയ ഉണ്ണിയുടെ പാർട്ട്ണർ. പണമാണോ പ്രശ്നം? അതെ, അത് തന്നെയാണ് പ്രശ്നം. ആ, എങ്കിൽ ഈ ആൾക്കൂട്ടത്തിന് മുമ്പിലെ താൻ കൂടെ കയറി നിന്നു. വീട് കത്തിക്കാൻ നിൽക്കുന്നവരവരല്ല. വീട് കത്തിക്കാനോ? അതെ, താൻ കൂടെ കുടിക്കോ. എന്നിട്ട് എല്ലാരും കൂടെ ചേർന്ന് ഞങ്ങളെ കൂടെ ചുട്ടരിക്ക്. അതോടെ നിങ്ങളുടെ കടബാധ്യത തീരുമെങ്കിൽ ഒന്നടങ്കം തീരട്ടെ. ഉള്ള കാര്യം പറയാമല്ലോ, എന്റെ നീ ഒരു 10 പൈസ കൂടെ എടുക്കാനില്ല. ആത്മഹത്യ ചെയ്യാനുള്ള തന്റെ ഇടവും ഞങ്ങൾക്കില്ല. കത്തിച്ചു, ഞങ്ങൾക്കും അതൊരു പരിഹാരമാകും. ഇങ്ങോട്ടാണടാ രാവിലെ പെട്ടി നോക്കി വന്നിരിക്കുന്നു പണം വാങ്ങിക്കാൻ. എടാ, നിന്നെ പോലെ തന്നെ പണം വാങ്ങാൻ വന്നവരാണ് ഞങ്ങളും.
അയ്യോ ഞാൻ പണം വാങ്ങാൻ വന്നതല്ല, കൊടുക്കാൻ വന്നതാ, ഈ പെട്ടി ഉൾപ്പെടെ. ആ, എന്താ പറഞ്ഞേ? പണം കൊടുക്കാൻ വന്നതാണെന്ന്. ആർക്ക്? ടൈബൽ മാഷിന്. ഛെ, ഞാൻ മലയാളത്തിലല്ലേ ആദ്യം നിങ്ങളോട് പറഞ്ഞത്. യൂണിവേഴ്സൽ കമ്പനി പൊട്ടി പൊളിഞ്ഞ് പാലിഷ് ആയെങ്കിലും ഇപ്പൊ അത് ലാഭത്തിലാണ്. ദേ, ആ കമ്പനിയുടെ ലാഭവിഹിതമാണ് ഈ പെട്ടിയില്. അന്നാ തുറക്കടാ പട്ടി ഈ പെട്ടി. ഉണ്ണിയുടെ എല്ലാ കടവും വീട്ടാനുള്ള പണം അവിടെ എത്തിക്കഴിഞ്ഞു. ഒരു കുടുംബത്തിന്റെ മുഴുവൻ ജീവനും മാനവും രക്ഷിച്ചത് എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവും. നമസ്കാരം. ഈ സദാശിവൻ കൈമളുടെ വീടല്ലേ? എന്താ? ആ സദാശിവൻ കൈമൾ ഒന്ന് കണ്ടേച്ചു പോകാന്ന് കരുതി. ആള് ഞാനാ, കണ്ടില്ലേ? കണ്ടു. എന്നാ പോയിക്കോ. ആ ഓക്കെ, താങ്ക് യു. അല്ല, ഞാനൊരു കാര്യം അറിയാൻ വന്നതല്ലേ. നീ ഏതാടാ? രമണൻ. ഏത്? ചെങ്ങമ്പുഴയുടെ രമണനോ? ചങ്ങമ്പുഴയോ? എന്റെ വീട് കോന്നിപ്പുഴ അടുത്തല്ലേ. ആ, ഞാൻ ക്ലോസ് ആയപ്പോ ഉണ്ണിയുടെ മരിച്ച ഫ്രണ്ടാ. മരിച്ച ഉണ്ണിയുടെ ക്ലോസ് ആയ ഫ്രണ്ടാ. നിനക്ക് വല്ല അസുഖമുണ്ടോ? ഞങ്ങള് ഫ്രണ്ടുക്കളാ. ആട്ടെ, നിനക്കിപ്പോ എന്താ അറിയേണ്ടത്? ആ, ഇവിടെ ഒരു പെങ്കൊച്ചുണ്ടായിരുന്നല്ലോ, ഉണ്ണിയുടെ മുറപ്പെണ്ണ്, അവൻ മിസ്റ്റർ സുജാത. ആ എരണം കെട്ടവളുടെ പേര് ഇവിടെ മിണ്ടരുത്. ശരി, പേര് പറയുന്നില്ല. ആ കുട്ടി ഒന്ന് കാണാൻ പറ്റും? അവളിവിടെ ഇല്ല, അവള് ഭർത്താവിന്റെ വീട്ടിലാ. ഭർത്താവാണ് പോലും. ഭർത്താവ്. ഫു. അവൻ ഇവനല്ലല്ലോ അവൻ. ഇതാരാ? നീ ഉണ്ണിയുടെ ആരാന്നാ പറഞ്ഞേ? ക്ലോസ് ഫ്രണ്ട്. അപ്പൊ ഇതാരാ? അതെന്നല്ലേ ഞാൻ ചോദിച്ചത്, ഇവൻ ആരാണെന്ന്. ഇതാരാന്ന് നിനക്ക് അറിയില്ല അല്ലേ? ഇല്ല. എടാ, ഇതാടാ നിന്റെ ഫ്രണ്ട് ഉണ്ണി. റോസ്കൾ മേലാൽ ഈ പേരും പറഞ്ഞിവിടെ വന്നാലുണ്ടല്ലോ. എടാ ചതിയാ, കൂടെ നടന്ന് ചതിക്കരുത് ആരെയും. ഒന്നും നിന്റെ ജീവൻ രക്ഷിച്ചവനല്ലേ ഞാൻ. എന്നോടെങ്കിലും രക്തം നിനക്ക് മിണ്ടായിരുന്നില്ലേ? പറയടാ, നിന്റെ ഊമസ്വരൊന്നും ഞാൻ കേൾക്കട്ടെ. മരിച്ച നിന്നെ ജീവിപ്പിക്കാൻ പറ്റുമെങ്കിൽ നിന്നെ കൊണ്ട് സംസാരിപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. സംസാരിക്കടാ. എടാ, സംസാരിക്കാൻ. എന്നോട് ക്ഷമിക്കടേ രമണ. എന്താ ഇവിടെ? കണ്ടുപിടിച്ചു. എന്റെ ബുദ്ധി ഉപയോഗിച്ച് ഞാൻ എല്ലാം കണ്ടുപിടിച്ചു. ഇവൻ മിണ്ടി. ആ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്താ, ഇനിയും ബുദ്ധി ഉപയോഗിച്ച് വല്ലതും കണ്ടുപിടിക്കാനുണ്ടോ? ഉണ്ട്. ബുദ്ധിയുടെ കൂടെ കുറച്ച് സോപ്പ് ഉപയോഗിച്ചോ. തുണി എടുത്തിട്ടിട്ടുണ്ട്, അലക്കിക്കോ. എല്ലാം ഞാൻ അലക്കും.